ഇവരിതാ ഈ ബോട്ടിൽ കുച്ചു കുച്ചെന്നും പറഞ്ഞോണ്ട് ഔട്ട് ബോർഡ് ഇഞ്ചിന് വെച്ച് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച പാവപ്പെട്ട അതിന് 75 രൂപ സബ്സിഡി കൊടുക്കുക. ഇതൊന്നും കൊടുക്കണ്ട. ഡീപ് സീ ഫിഷ് നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്, ഗൂഗിളിലൊക്കെ ഇതെല്ലാം ഉണ്ടെന്ന്. ഡീപ് സീ ഫിഷിംഗ് ആയിട്ട് ആ ഡീപ് സീ ഫിഷിംഗ് എന്ന് പറയുന്നത് അവരെല്ലാം കോടിക്കണക്കിന് ഉണ്ടാക്കുന്നു. നമ്മളിവിടെ പറയുന്ന ഉടനെ വേറെ രീതിയിൽ ധാതുമണൽ എല്ലാം അടിച്ചോണ്ട് പോവാണ്, കടൽ കൊള്ള. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കൊല്ലത്തെ സാമൂഹ്യ രംഗത്തും പൊതുരംഗത്തും നിരവധി വ്യവഹാരങ്ങൾ സ്വന്തമായിട്ട് കേരള ഹൈക്കോടതിയിൽ നടത്തുകയും അതിനൊക്കെ പ്രയോജനം കണ്ടെത്തുകയും ചെയ്യുന്ന ശ്രീ MK സലീമാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്? അതേ ബ്ലൂ എക്കണോമിയുടെ പേര് മാറ്റിയാണോ ഇവിടെ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക? എന്താണ് സാധാരണക്കാരെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അവബോധം അത്രയും ഇല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച്? അങ്ങ് ഇതിനുവേണ്ടി മുൻകാലങ്ങളിൽ പോരാടിയിട്ടുള്ള ആളാണല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. മിഷൻ സമുദ്ര എന്ന് പറയുന്ന 400 കോടി രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഈ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ വക കൊള്ളിച്ചത്. സത്യം പറഞ്ഞാൽ 10 വർഷത്തിന് മുമ്പ് ഈ മിഷൻ സമുദ്ര വേറെ രൂപത്തിൽ കേന്ദ്ര സർക്കാരാണ് സത്യത്തിൽ ഇത് ആദ്യം പ്രഖ്യാപിക്കുന്നത്, ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. അത് ഈ സാഗർമാലയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബ്ലൂ എക്കോണമി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്താ ബ്ലൂ എക്കോണമി. ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞാൽ അത് നേരാവണ്ണം നടപ്പിലാക്കിയാൽ കേരളം സിംഗപ്പൂർ അല്ല ചൈനയാവും. യാതൊരു സംശയം ആർക്കും വേണ്ട. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബ്ലൂ എക്കോണമി എന്ന് കേട്ട ഉടനെ തന്നെ എല്ലാം വാരിക്കൊണ്ട് പോകാൻ പോണി. എന്താ വാരിക്കൊണ്ട് പോകാൻ പോണി? ആര് വാരിക്കൊണ്ട് പോകാൻ പോണി? വെറുതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് 25-50 വർഷം പിന്നോട്ട് കേരളത്തിന് അടുപ്പിക്കും. നമുക്കിവിടെ ഒരു വ്യവസായം വരുത്തില്ല. അല്ല, ഈ കേരളം സിംഗപ്പൂർ മാതിരിയാകുമെന്ന് പറഞ്ഞു. ഇതേണക്ക് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പല ധാതു നിക്ഷേപങ്ങളുണ്ട്. ഈ ചിലടത്ത് കൽക്കരിയുണ്ട്, മറ്റു ചിലടത്ത് മറ്റു പലതും ഉള്ളതുപോലെ കേരളത്തിന്റെ നിക്ഷേപമായിട്ട് കിട്ടുന്ന കരിമണൽ അത് രണ്ട് സഭകളാണ് ഇവിടെ ഉള്ളത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഉള്ളവർ രണ്ടുപേരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു വ്യക്തികൾക്ക് വേണ്ടി കൊടുത്ത് കാശ് മേടിക്കുന്നതല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടുത്തെ ധാതു സമ്പത്തുകൾ പോലും ഈ രാജ്യത്തിന് ഗുണകരമാക്കാത്ത, ഈ സ്റ്റേറ്റിന് ഗുണമാകാത്ത രീതിയിലല്ലേ ഇത്രയും നാൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ധാതുമണലിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇത് ധാതുമണൽ എന്ന് പറയുന്നത് എല്ലാം ഇതിനകത്ത് വരുന്നത് തന്നെ എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ മത്സ്യമേഖലയും ബാക്കിയുള്ള മേഖല അതിനോട് അനുബന്ധ മേഖലയൊക്കെ പുഷ്ടിപ്പെടുത്തുന്നതിനാണ് ഈ ബ്ലൂ എക്കോണമി. പക്ഷേ ഇതാ ഇപ്പം നോക്ക്, നമ്മളിതാ ഇവിടെ നിൽക്കുന്നു. വേറെ ഒരു സബ്ജക്റ്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇതാ ഇവിടെ നിൽക്കുന്നു, നമ്മളിതാ കടലോരത്ത് നിൽക്കുക അല്ലേ. ഇതാ എത്രയോ വള്ളങ്ങൾ കിടക്കുന്നു, എത്രയോ മത്സ്യത്തൊഴിലാളി, എത്രയോ ബോട്ടുകൾ വരുന്നു. 10-35 കോടി രൂപയുടെ എക്സ്പോർട്ട് നടക്കുന്നു. എവിടെ? ഇവരിതാ വെറുതെ 12 നോട്ടിക്കൽ മൈൽ പോലും ഇവർക്ക് പൊയ്ക്കൂടാ. അത്രേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ കടൽ എന്ന് പറയുന്നത് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലാ. 200 എത്ര? 200. ഇവരിതാ ഈ ബോട്ടിൽ കുച്ചു കുച്ചെന്നും പറഞ്ഞോണ്ട് ഔട്ട് ബോർഡ് ഇഞ്ചിന് വെച്ച് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച പാവപ്പെട്ട അതിന് 75 രൂപ സബ്സിഡി കൊടുക്കുക. ഇതൊന്നും കൊടുക്കണ്ട. ഇതൊന്നും പറയുന്ന ഡീപ് സീ ഫിഷിംഗ് എന്നാണ് ഇത് പറയുന്നത്. ഉൾക്കടൽ ആഴക്കടൽ മത്സ്യബന്ധനം. ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ മാത്രം നമ്മൾ ഇതാക്കിയാൽ മതി. നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ആഴക്കടലിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ ഈ സോൺ വരെ നമുക്ക് പോവാം. എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്നറിയാം കേരളത്തില്, ഇന്ത്യയില്? ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേന്ദ്ര സർക്കാർ ലൈസൻസ് കൊടുക്കുമായിരുന്നു. LOP എന്നായിരുന്നു ആ ലൈസൻസ്. അത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ ഇരുന്ന സമയത്തല്ലേ അത്തരം നടപടി നടന്നുകൊണ്ടിരുന്നത്? അല്ല, കോൺഗ്രസ് ഇരുന്ന സമയത്തെ അത് തുടങ്ങി. പക്ഷേ BJP സർക്കാർ അത് പിന്തുടർന്നുകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഏത് കമ്പനി 10,000 രൂപ അടച്ചിട്ട് ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്താൽ ഡീപ് സീ ഫിഷിംഗിന് ലൈസൻസ് തരും. അതിന്റെ പേരാണ് LOP. ആ LOP ലൈസൻസ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അത് നിർത്തി. ഇതിപ്പോ കടല് കാലിയാ. എന്ന് വെച്ചാൽ ഈ LOP ലൈസൻസ് വെച്ച് ഇന്ത്യയിലെ കമ്പനികൾ കൂടാനുകൂടി വെച്ചാൽ ഇവര് ഈ ലൈസൻസ് വാങ്ങിച്ചിട്ട് ഇവര് ഫിഷ് ചെയ്യാൻ പോകത്തില്ല ഉള്ളില്. ഇവര് തൈവാൻ, ചൈനീസ് അങ്ങനെയുള്ള രാജ്യത്തുള്ള കമ്പനികൾക്ക് ഇത് മറച്ചു വിൽക്കും കോടിക്കണക്കിന്. ഈ 10,000 രൂപയുടെ ലൈസൻസ് കോടിക്കണക്കിന്. അവര് വന്ന് ഇത് മൊത്തം ട്രോളേഴ്സ് വന്ന് അങ്ങ് ഈ സോണിൽ നിന്ന് വാരിക്കോട്ട് വന്നു. 1000 വെസൽ വന്ന് 1000 വെസൽ. അത് ഐ പ്രൂവ്ഡ് ഇറ്റ് ബിഫോർ ദ ഹോണറബിൾ കോർട്ട്. അത് വലിയൊരു പ്രമാദമായ ഒരു കേസായിരുന്നു. അത് ഫസ്റ്റ് ഡേയിൽ തോട്ടത്തിൽ രാധാകൃഷ്ണൻ കൊല്ലത്തുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹം അത് ക്യാൻസൽ ഇറ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം ക്യാൻസൽ ചെയ്തു.
ആ LOP ലൈസൻസ്. ഇപ്പൊ കടല് കാലിയാ. അതാണ് ഈ 10,000 രൂപയുടെ LOP ലൈസൻസ് വെച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ഗുണമേന്മയുള്ള മത്സ്യങ്ങൾ പിടിച്ച് മറ്റു രാജ്യക്കാർ കൊടുത്ത് കാശ് മേടിക്കാണ്. ഈ രാജ്യത്തിനോ മറ്റുള്ളവർക്കോ ഇത് നേട്ടമുണ്ടാകുന്നില്ല. നേട്ടം ഉണ്ടാകാതിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതി പോണത്. ഞാൻ അത് ഹൈക്കോടതി പോയി, ഹൈക്കോടതി ആണ് അത് നിർത്തിവെച്ചിട്ട് പറഞ്ഞു, ഇന്ന് വെച്ചാൽ ഇവര് മിഡ് സീ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ അതിനകത്തുണ്ടായത്. കടലിൽ വെച്ച് തന്നെ ഇതൊന്നും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി കണ്ടിട്ടില്ലെന്ന്. 1000 വെസൽസ് 1000 ട്രോളേഴ്സ് വന്നിട്ട് പോയി. അത് ഇറ്റ് വാസ് പ്രൂവ്ഡ് ബിഫോർ ദ കോർട്ട്. ഞാൻ വേണ്ട നമ്പർ, ആവശ്യമുള്ള നമ്പർ, കോടതിയുടെ കേസിന്റെ നമ്പർ ചോദിച്ച് ഞാൻ ഇട്ട് തരാം. 1000 വെസൽസ് വന്ന് അപ്പം അടിച്ചോണ്ട് പോയി. ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നമ്മളെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുപോയി ആ ഡീപ് സീ കിടക്കുന്ന മീനത് പിടിക്കുന്നത്, അയ്യോ കടൽ കൊള്ള എന്ന് പറഞ്ഞാൽ ഈ തീരദേശത്തുള്ള കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളി 12 നോട്ടിക്കൽ മൈൽ പോയിട്ട് ഈ ചെറിയ മീനുകളും ചെറിയ കണക്കുള്ള ചൂരയും അതൊക്കെ പിടിച്ചോണ്ട് വരാൻ ഗുണമേന്മയുള്ള ഈ മീനുകളെല്ലാം ടൂണ പോലുള്ള മത്സ്യങ്ങൾ പിടിക്കാൻ അവർക്ക് കൊണ്ട് പറ്റുന്നില്ല. അവർക്ക് അതിനുള്ള പ്രാപ്തി കൊടുക്കുന്നില്ല. അവർക്ക് അനുവാദം പോലും കൊടുക്കുന്നില്ല. അല്ല, അനുവാദമല്ലേ, അതിനുള്ള മെഷീൻസ്, അതിനുള്ള ബോട്ടുകൾ നമുക്കില്ല. അതുകൊണ്ടാണ് ഈ ലൈസൻസ്, LOP ലൈസൻസ് കൊടുത്തത്. ഇന്ത്യ ഇസ് നോട്ട് മാനുഫാക്ചറിങ് അങ്ങനെയുള്ള ബോട്ട്. എന്ന് വെച്ചാൽ ഈ 12 നോട്ടിക്കൽ മൈൽ പിന്നെ ഡെപ്ത് തുടങ്ങി 200 മീറ്റർ, അത് കഴിഞ്ഞ് പിന്നെ 500 മീറ്റർ, പിന്നെ ആഴത്തിൽ അളന്നാലും നിൽക്കത്തില്ല ആ മീൻ. അങ്ങനെ ഉള്ളിടത്തെ ഈ ട്രോളേഴ്സിന് വന്ന് പിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഇഷ്ടമുള്ളവരെ നമുക്ക് ഈ പോർട്ടിൽ ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് പുതുച്ചേരി കൊണ്ടുപോയി കയറ്റി ലക്ഷക്കണക്കിന് രൂപയായിട്ട് അവർ വീട്ടിൽ വരും. ലക്ഷക്കണക്കിന് രൂപ. അത് കണ്ടുകൊണ്ട് പണ്ട് ഈ കമ്പ്യൂട്ടറിനെയൊക്കെ എതിർത്തവരും ഫസ്റ്റ് നിൽക്കും. ഇപ്പോഴത്തെ നോളജ് സിറ്റി തുടങ്ങിയവരെ ഫസ്റ്റ് നിൽക്കും ഇത് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാലേ കടലിൽ കിടക്കുന്ന മീനാണ്. കടലിൽ കിടക്കുന്ന പുലിയും സിംഹമൊന്നും അല്ല. ഈ കടൽ എന്ന് പറയുന്നത് 200 നോട്ടിക്കൽ മൈൽ. അപ്പം മോഡി പറഞ്ഞത് നമുക്ക് വി ഹാവ് ടു ടാപ്പ് ദ റിസോഴ്സസ് വിച്ച് ഹാസ് നോട്ട് ബീൻ ടാപ്ഡ്. ഇത് ബാക്കിയുള്ള അടിച്ചോണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ടാപ്പ് ചെയ്യണ്ടേ. ഇത് മീനെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് മീനെ അങ്ങ് പ്രസവിക്കുക. ആ മീൻ അങ്ങ് വലുതായി നമ്മളെ കണക്ക് 10, 50, 60, 80 വയസ്സ് വരെ ജീവിക്കും. അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വലുതായി ഒന്നുകിൽ അതിന് മനുഷ്യൻ തിന്നണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ തിമിങ്ങല്ല നിങ്ങൾ നമുക്ക് പോയി പിടിച്ചോണ്ട് വന്നാലേ കൊള്ളത്തില്ല. നിങ്ങൾ ധാതു മണലും ഗൾഫ് നാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഈ മത്സ്യത്തിന് വേവിക്ക പോലും ചെയ്യാതെ ടിന്നിനകത്തിരിക്കുന്ന ടിൻ ഫിഷ് ആണ് അവർ അത് കൂട്ടിയാണ് കഴിക്കുന്നത്. അവരുടെ ആരോഗ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളൊന്നാണ് ഈ മത്സ്യം. നോർവേ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം, നിങ്ങൾക്കറിയാലോ, സ്വീഡനടുത്ത്. എന്റെ മോൾ സ്വീഡനിലാണ് താമസിക്കുന്നത്. കൊച്ചു രാജ്യം, ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. റിച്ചസ്റ്റ്. എങ്ങനെ അവർക്ക് എന്തോ അവിടെ ഉള്ള ഫാക്ടറി വെക്കുകയല്ല, അവർ ഡീപ് സീ ഫിഷിങ്ങാ. ഡീപ് സീ ഫിഷ് നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്, ഗൂഗിളിലൊക്കെ ഇതെല്ലാം ഉണ്ടെന്ന്. ഡീപ് സീ ഫിഷിംഗ് ആയിട്ട്. ആ ഡീപ് സീ ഫിഷിംഗ് എന്ന് പറയുന്നത് അവരെല്ലാം കോടിക്കണക്കിന് ഉണ്ടാക്കുന്നു. നമ്മളിവിടെ പറയുന്ന ഉടനെ വേറെ രീതിയിൽ ധാതുമണൽ എല്ലാം അടിച്ചോണ്ട് പോവാണ്. കടൽ കൊള്ള. അല്ല, ഈ കടൽ തീരത്ത് നിന്ന മത്സ്യത്തൊഴിലാളികൾ ഇത്തരം മേഖലകളിൽ ഡീപ് സീ ഫിഷിംഗ് പോയി അവർ ധനികരായി കഴിഞ്ഞാൽ ഇവര് പറയുന്ന കൊടിയുടെ കീഴിൽ കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടാണോ ഇവരെ ഇത്തരത്തിൽ ധനികരാക്കാത്ത രീതിയിൽ ഇവരെ വീണ്ടും 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയത്? അല്ല, അതെന്ന് പറയുന്നത് പണ്ട് കമ്പ്യൂട്ടർ വന്നിട്ട് കമ്പ്യൂട്ടർ എന്താന്ന് പോലും അറിയാതെ അടിച്ചു പൊട്ടിച്ചവരല്ലേ ഇവരെല്ലാം. എന്നിട്ട് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ പിറവ് നടക്കില്ലേ. കമ്പ്യൂട്ടർ കയ്യിൽ ആരും ഇല്ലാത്തവരുണ്ടോ? അതേപോലെ ഇവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇന്ന് തന്നെ ഇപ്പൊ TN പ്രതാപൻ ഉടനെ മുഖ്യമന്ത്രിക്ക് എഴുതിയ ശരിയല്ല, എന്താ ശരിയല്ല? കടലിൽ കിടക്കുന്ന മീൻ പോയി പിടിക്കണ്ടേ? ഈ 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് ഇവർക്ക് പോകാൻ പറ്റൂ? ഈ വള്ളം കാണുമോ? അടിച്ച് പോത്തില്ല തിരമാലകളിൽ. അപ്പൊ അതിനുള്ള വള്ളങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ഇൻഡിജീനിയസ് ആയിട്ട് നമുക്കത് മാനുഫാക്ചർ ചെയ്തൂടെ? 2 വള്ളം കൊണ്ടുവന്നിട്ട് നമ്മളെ മെക്കാനിക്സിനെ കാണിച്ചത് അതേ കണക്ക് മെഷീൻസ് അവരുണ്ടാക്കത്തില്ലേ? നിങ്ങൾക്കറിയാവോ, ഈ 10 വർഷത്തിന് മുമ്പ് ഇത് ഈ ബ്ലൂ റെവല്യൂഷൻ തമിഴ്നാട്ടിൽ നിന്ന് ബ്ലൂ റെവല്യൂഷൻ അപ്പോൾ 200 കോടിയെ ചുമ്മാ എഴുതി കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നിതിൻ ഗഡ്കരിയുടെ മുമ്പിൽ ചെന്നത്. 10 വള്ളം ഉടനെ ഇറക്കി കൊടുക്കാൻ പറഞ്ഞു ഇവിടെ കേരളത്തിൽ. നിങ്ങൾ വല്ലവരും അറിഞ്ഞോ? 10 വള്ളം ഈ ഡീപ് സീ ഫിഷിംഗ് എന്ന് പറഞ്ഞു. പക്ഷെ പറ്റിച്ചെന്ന് പറഞ്ഞ ഒരു കമ്പനി ഗോവായി പിന്നെ പറഞ്ഞത് ആരുമില്ല, സ്റ്റേറ്റ് ഇല്ല, ഗോവായി കൊണ്ടുപോയി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവരെ കൊടുത്തപ്പോൾ ഇവർക്ക് അത് ഓടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാം കട്ടപ്പുറത്താണ്. പ്രോപ്പറായിട്ട് നമ്മൾ ഇത് മാനേജ് ചെയ്താലുണ്ടല്ലോ, നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ സ്വർണ്ണ പൗരുണ്ട്. ധാതു മണൽ ഗീത് മണലില്ല കള. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നുമില്ല. ഞാൻ പറയുന്നത് ഡീപ് സീ ഫിഷിംഗ് ആണ് ഇത് മെയിൻ ആയിട്ട് ഈ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. ആ ഡീപ് സീ ഫിഷിംഗിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഞാൻ വിളിച്ചാൽ വരും 10 പേര്. 10 പേര്. ഈ കോൺഗ്രസിൽ തന്നെ പ്രധാനപ്പെട്ടവർ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് സതീശനോട് ഇങ്ങനെയുള്ള അപേക്ഷകൾ കൊടുക്കുകയാണോ? TN പ്രതാപ് ഇപ്പൊ TV കണ്ടേച്ച് വരും. TN പ്രതാപിനെ പോലുള്ളവർ പിന്നെ ഇവിടെ ഭയങ്കര സമരം നടന്നു. എല്ലാവരും കണ്ടല്ലോ. കടലിലുള്ള ധാതു മണൽ മൈൻ ചെയ്യാൻ കൊണ്ട്
ഇവിടെ കടലിൽ കിടക്കുന്ന എണ്ണ എടുത്തോണ്ട് പോണേൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത് നിങ്ങളെ നമ്മളെ സൃഷ്ടിച്ചു വെച്ചാണ്. കടലിൽ കിടക്കുന്ന മണലെടുക്കുന്നത്, പക്ഷെ അതിനോടൊപ്പം അതിനകത്ത് എന്താ ഉത്തരവുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, മറ്റേ ഇവിടെ ആവശ്യമുള്ള പോയി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെ വീട്ടിൽ മാങ്ങ പിടിച്ചത് നിങ്ങൾ എടുക്കത്തില്ലേ? ഇത് കടലിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ആർക്കെങ്കിലും പോയി എടുക്കുന്നത്, നിങ്ങൾ പോയി നിങ്ങളൊരു വെള്ളം എടുത്തോണ്ട് പോകും. ആരാ ഇതിനെതിര്? പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ, ഈ കേരളത്തെ നശിപ്പിക്കാനല്ല. ഈ കാലത്ത് ഇവിടെ ഒരു ഫാക്ടറി വരത്തില്ല, അതെല്ലാവർക്കും അറിയാം. ഈ ഒരു ഫാക്ടറി എന്താ ഞാൻ ചോദിക്കട്ടെ, അസിന്റ് നടത്തി, ജിമ്മ് നടത്തി, എന്തെല്ലാം നടത്തി, അംബാനി വരെ കൊണ്ടുവന്ന് അന്ന് വി എസ് അച്യുതാനന്ദ സമയത്തില്ലേ ഒരു മൊട്ടിഫിൻ ഫാക്ടറി അങ്ങനെ തുടങ്ങിയ. തൊട്ടടുത്ത തമിഴ്നാട്ടിലോട്ട് കയറുന്ന ഡെയിലി ഫാക്ടറികൾ തുടങ്ങിയ, ഡെയിലി ക്യൂ നിൽക്കുക അവിടെ. പ്രൊഡക്ഷൻ, ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടോ? ഇവിടെ പിന്നെ പാവപ്പെട്ട നമ്മളെ മുഖ്യമന്ത്രി കിടന്ന് പാടുപെടുക. ഇപ്പം തന്നെ ഈ ബസ്സിന് വേണ്ടി 700 കോടി എവിടുന്നായി കാശെടുത്ത് കൊടുക്കുന്നേ? ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു അധിക റവന്യൂ വരുന്നില്ലല്ലോ. ഒരു റവന്യൂ വരുന്ന അധിക റവന്യൂ. അപ്പോൾ താങ്കൾ പറയുന്നത് ബ്ലൂ എക്കണോമിയും ഈ സാഗർമാല പദ്ധതിയും ഇതെല്ലാം ഒരു പദ്ധതി തന്നെ ആണെങ്കിലും പല പേരുകൾ അറിയപ്പെടുന്നുവെങ്കിലും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്രയും എല്ലാം നടപ്പിലായി കഴിഞ്ഞാൽ കേരളം ഏതാണ്ട് സിംഗപ്പൂർ പോലെ ആകാനുള്ള എല്ലാ സോഴ്സുകളും നമ്മുടെ ഈ അപ്പുറം പോകാനുള്ള എല്ലാ സോഴ്സുകളും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നാണ് ശ്രീ എം.കെ. സലീം തുറന്ന് പറയുന്നത്. എന്തായാലും അത് തുടങ്ങി വെക്കുന്ന പ്രഖ്യാപനമല്ലാതെ തീർച്ചയായിട്ടും അത് പൂർത്തീകരിച്ച് കേരളത്തിലെ ജനങ്ങൾക്കും അതേണക്ക് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോട്ടെ, അത് നടപ്പിലാവട്ടെ, ജനങ്ങൾ ഉന്നതിയിലെത്തട്ടെ. ഈ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ 12 നോട്ടിക്കൽ മൈൽ അകത്ത് നിന്നുകൊണ്ട് ഇട്ടാവട്ടത്ത് കിടന്ന് ചെറിയ മത്സ്യങ്ങൾ പിടിച്ച് അവരെ വീണ്ടും പട്ടിണി പാവങ്ങളാക്കാതെ അവരെ ഉയർന്ന നിലയിൽ എത്തിക്കാൻ വേണ്ടുന്ന പദ്ധതിയായിട്ട് ഇത് മാറട്ടെ. അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. മലയാളി വാർത്ത, രാംഭദ്രൻ.